CPIM പറവൂർ ഏരിയ സമ്മേളനത്തിന് മുന്നോടിയായി സംഘടിപ്പിച്ച സെമിനാർ പ്രൊഫസർ KV തോമസ് ഉദ്ഘാടനം ചെയ്തു. പറവൂരിന്റെ വികസന മുരടിപ്പും വികസനത്തിന്റെ ഭാവി സാധ്യതകളും എന്ന വിഷയത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. ഏരിയ സെക്രട്ടറി TR ബോസിന്റെ അധ്യക്ഷതയിലാണ് CPIM പറവൂർ ഏരിയ സമ്മേളനത്തിന് മുന്നോടിയായി സെമിനാർ സംഘടിപ്പിച്ചത്. പറവൂരിന്റെ വികസന മുരടിപ്പും വികസനത്തിന്റെ ഭാവി സാധ്യതകളും എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ പ്രൊഫസർ KV തോമസ് ഉദ്ഘാടനം ചെയ്തു. നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു മാസ്റ്റർ പ്ലാൻ വേണ്ടേ? അത് അംഗീകരിക്കപ്പെടണ്ടേ? ആ മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് വേണ്ടേ വികസന പാല്? മറ്റൊന്ന് ഞാൻ സൂചിപ്പിച്ചപോലെ ശുചിത്വമാണ്. ശുചിത്വം ഇത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രമല്ല. ഈ പറവൂർ നഗരത്തിൽ ഒരു കശാപ്പ് ശാലയുണ്ടോ? കൊച്ചിൻ കോർപ്പറേഷൻ ഇല്ല. ഇപ്പൊ ആളുകളൊക്കെ വീടുകളിലും പറമ്പിലുമാണ് ഇത് കൊല്ലുന്നത്. വിൽക്കുന്നത് എങ്ങനെയാ? ആ കെട്ടിത്തൂക്കിയിട്ട് കണ്ടാൽ നമുക്ക് വിഷമം. പ്രൊഫസർ PK രവീന്ദ്രൻ വിഷയം അവതരിപ്പിച്ചു. CPI ജില്ലാ സെക്രട്ടറി KM ദിനകരൻ, CPIM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ MB സ്യമന്തഭദ്രൻ, PS ശൈല, ഏരിയ കമ്മിറ്റി അംഗം K വിദ്യാനന്ദൻ, S രാജൻ എന്നിവർ സംസാരിച്ചു. നവംബർ 23-24 തീയതികളിൽ പെരുവാരം സ്പാൻ ന്യൂ സ്പോർട്സ് ടർഫിൽ AP വർക്കി സ്മാരക സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ്, ഹ്രസ്വചിത്ര മത്സരം എന്നിവയും നടക്കും. നവംബർ 29, 30, ഡിസംബർ 1, 2 തീയതികളിൽ പറവൂർ സെൻട്രൽ ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം നടക്കുന്നത്. കേരളം വളരെ വേഗം നഗരവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ്. 2011 സെൻസസ് വന്നപ്പോൾ ഇവിടെ നഗര ജനസംഖ്യ സംസ്ഥാനത്ത് 47%. ന്യൂസ് ബ്യൂറോ പറവൂർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.